ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അയലയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് നല്ല പഴുത്ത തക്കാളിയും പിന്നെ 2-3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം പഴുത്ത തക്കാളിയാണ്, വലിപ്പമുള്ളവരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി പേസ്റ്റ് ഞാനിതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറുള്ളതാണ്. അപ്പോൾ ഞാനിത് ഫ്രീസറിനകത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ വെളുത്തുള്ളി പേസ്റ്റാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമായുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്കിത് തക്കാളി ഉള്ളതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളകും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ എരിവിനാവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് 2-3 കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മളതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഈ അരപ്പൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് മീൻ പെട്ടെന്ന് ചീത്തയായിട്ട് പോവുകയൊന്നുമില്ല. നമ്മൾ രാവിലെയും വൈകിട്ടും ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി. 3-4 ദിവസം നമുക്ക് ഈ മീൻ കറി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല മണം കൂടിയാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയുള്ള നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂണിക് ചൂസ് കറി വേൾഡ്. ബൈ.